ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു അമ്മമ്മ ഇവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമ്മമ്മയുടെ ബോഡി കൊണ്ടുപോകുന്ന വണ്ടിയും അതിനെ അലങ്കരിച്ചാണ് വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വണ്ടിയിലാണ് ബോഡി നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് സുമിത്തേരിലേക്കും കൊണ്ടുപോകുന്നത്. ഈ വണ്ടിയിലാണ്. ഈ വണ്ടിയിലേക്ക് ബോഡി കയറ്റാനും അത് സുമിത്തേരിൽ എത്തിക്കാനും ശരിക്കും നമ്മളെ കോട്ടും ടൈ ഒക്കെ ഇട്ട് 4-5 പേര് ഈ വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണത് ഇവർ തന്നെയാണ്. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അവസാന യാത്ര എന്ന് പറയുന്നത് വളരെ രാജകീയമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ തൊട്ടടുത്താണ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ 32 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അതായത് 4 വീട് വെച്ച് 8 നില ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ ഒരാൾ മരിച്ചാൽ ഇവരാരും അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റൂമിൽ ഒരാൾ മരിച്ച് ഇങ്ങോട്ട് വരികയോ ഒന്നും ചെയ്യില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതില്ല. അത്ര വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഒരു അനുശോചനോ അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ നടത്തുള്ളൂ. അതല്ലാതെ ഇവർക്ക് അങ്ങോട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇപ്പം എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകില്ല. ഇപ്പം ഈ മരിച്ചാണ് അമ്മമ്മ എൻ്റെ അമ്മമ്മയുടെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അതായത് ഒരു എന്നിട്ട് പറയാം എൻ്റെ ഫ്ലാറ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു അമ്മൂമ്മയാണ്. ഇതാണ് എൻ്റെ ഫ്ലാറ്റ് കേട്ടോ. എൻ്റെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസിന് ഈ കാണുന്നത് ഇതാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. ഈ അമ്മൂമ്മ മരിച്ചാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഇതിൻ്റെ ഉള്ളിലാണ് അമ്മൂമ്മ മരിച്ചേക്കുന്നത്. പക്ഷേ ഇവർ അങ്ങോട്ട് പോയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് എപ്പോഴും മൂല്യം നൽകുന്നത് നമ്മുടെ നാട്ടുകാർ മാത്രമേ ഉള്ളൂ. ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത്. ഇവർ ബന്ധങ്ങൾക്ക് ഒരു മൂല്യമില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഇവരുടെ ഫ്യൂണറലിൻ്റെ ആ വണ്ടിയും അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.